ഹലോ. അപ്പോൾ ഈ അടുത്തൊരു സൺഡേ വേഗത്തി. അപ്പം അമ്മ എനിക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫോണും കൊണ്ട് ഗ്യാസിൻ്റെ അടുത്ത് വന്നപ്പോൾ അമ്മ ചീത്ത വിളിക്കുന്നതാണ് ആ കടന്നിറങ്ങിക്കും. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛൻ ചോദിച്ചു എന്ത് ചോദിച്ചു. അതാണ് അച്ഛൻ്റെ വർക്കിംഗ് സൈറ്റ്. പിന്നെ അച്ഛമ്മേനെ കുറച്ച് ശല്യം ചെയ്യാന്ന് വെച്ചാൽ അച്ഛമ്മ പറയും ഈശ്വര വയസ്സായി എന്നെ കഷ്ടപ്പെടുത്തല്ലേ. അമ്മ അതേ ഈശ്വര ചെയ്തുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചിക്കനൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. പക്ഷെ നോമ്പ് സസ്യബുക്കാണ്. പിന്നെ അച്ഛമ്മ പറഞ്ഞ് മോളെ അമ്മു കൊപ്പക്കായ ഉപ്പേരി ഉണ്ടാക്കണം, കൊപ്പക്കായ അരി. അപ്പം അങ്ങനെ അരി ആയിരിക്കുമ്പോൾ അച്ഛൻ്റെ ഫുഡ് കഴിക്കുന്നുണ്ട്. അമ്മേനെ ഞാൻ ക്യാമറയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്ന് മാടി വിളിച്ച്. അപ്പം അമ്മ വന്നപ്പോൾ മനസ്സിലായി എനിക്ക് ക്യാമറ തന്നെ. അപ്പം അമ്മ പരക്കം പഞ്ഞ് ഓടിയിട്ടാണ്. പിന്നെ അടുത്ത് ബിരിയാണി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് പപ്പടം വറുത്ത് അങ്ങനെ ഞാൻ എടുക്കാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു അപകടം സംഭവിക്കും കേട്ടോ. ചട്ടി നേരെ ഫോണിലേക്ക് ഒന്ന് വീഴും. വേറെ ഒന്നും പറ്റിയില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞിനമ്പിളീനെ തപ്പി ഇറങ്ങിയതാണ്. കുഞ്ഞിനമ്പിളീനെ രാത്രി ഇട്ട് കാണാല്ലേ ആയതോ കുറിഞ്ഞിട്ട് പിന്നാലെ പോയതാണെന്ന് തോന്നണേ. അമ്മ രാത്രി ഇട്ട് പരാതി പറിച്ചിട്ടായിരുന്നു. ഞാൻ അതിലിറന്നിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു ഉച്ചയാവാറായിപ്പോൾ വന്നിട്ട് അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അതിനെ കൊണ്ട് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നലെ തൊട്ട് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എൻ്റെ വക കുറച്ച് പാട്ട് കച്ചേരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ വീഡിയോ ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മയിൽ വന്നായിരുന്നു. പിന്നെ പുറത്ത് പോയി മസാല ദോശ മേടിച്ചു കൊണ്ടുവന്ന് അച്ഛനമ്മയ്ക്കും കൊടുത്തു. ഞാൻ 2 ഉഴുന്നുവടയും ചട്നി സാമ്പാറും കഴിച്ച്. അപ്പം അങ്ങനെ കഴിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ സൺഡേയും കഴിഞ്ഞ് ഒരേ സൺഡേ വീട്ടിലേക്ക് സാറ്റർഡേ വീട്ടിലേക്ക് വരുമ്പോൾ സൺഡേ പോവല്ലേ എന്നുള്ള വിഷമം. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പം ശരി, വേറെ ദിവസം കാണാം.